പിണറായി വിജയൻ ഒരു ടവറിംഗ് ഫിഗർ ആയതുകൊണ്ട് ജയിച്ചോളും എന്ന് കേരളത്തിൽ എന്തുമാത്രം അതുമാത്രം ഒരു ഫാക്ടറാക്കി കാണാൻ പറ്റും? യു ഡി എഫിനെ ആൾക്കാരെ ഒരു നേതാവിനെ കണ്ടിട്ട് മാത്രമാണോ വിജയിപ്പിച്ചിട്ടുള്ളത്? യു ഡി എഫ് എന്ന് പറഞ്ഞാൽ പലതരം സാമൂഹിക സംഘങ്ങളുടെ ഒരു സമഞ്ജസ സമ്മേളനം എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു സാധനമാണ്. അതിനകത്ത് ഈ ടവറിംഗ് ലീഡർഷിപ്പ് അല്ല, അതിനകത്ത് മുസ്ലിം ലീഗ് ഉണ്ട്, കത്തോലിക്ക സഭയുണ്ട്, പലതരത്തിലുള്ള സാമൂഹിക സംഘങ്ങളുടെ ഏകോപനമാണ്. കെ കരുണാകരൻ കേരളം കണ്ട ഏറ്റവും ടവറിംഗ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി ആയിരുന്നു കെ കരുണാകരൻ. നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത്ര വലിയ ഒരു സ്റ്റാൾവർട്ടായിരുന്നു. ആ ഒരു ലെവലുള്ള ഒരു യു ഡി എഫിൽ ആരെങ്കിലും ഉണ്ടോ? അതിന് സത്യത്തിൽ കെ കരുണാകരന് ശേഷം കേരളത്തിൽ ഇത്രയും ആ പവർഫുൾ ആയിട്ടുള്ള സതീശൻ എന്നൊരു നേതാവുണ്ട്, രമേശ് ചെന്നിത്തല എന്നൊരു നേതാവുണ്ട്, കെ സി വേണുഗോപാൽ എന്ന നേതാവുണ്ട്. എന്തുമാത്രം നേതാക്കൾ എന്ന് മാത്രവുമല്ല, സമാനതകളില്ലാത്ത ഐക്യം പ്രകടമാക്കിക്കൊണ്ട് അവർ പോകുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. പഴയ ഗ്രൂപ്പ് യുദ്ധത്തിന്റെ കാലുഷ്യങ്ങളൊന്നും ഇപ്പൊ അതിനകത്ത് കേൾക്കാനുമില്ല. അതുകൊണ്ടല്ലേ ജനം അവരെ അധികം കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും ഒക്കെ കൊടുക്കുന്നത്. അതാണ് പറഞ്ഞില്ല, ഇപ്പൊ നമ്മൾ ഈ കോർപ്പറേഷൻ അതിലൊരു വലിയ വിജയമാണ് നേടിയത്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, സത്യമാണത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഇവിടെ എല്ലാം തീർന്നു എന്നുള്ള ആ ഒരു ചിന്തയുടെ ബലത്തില് അവർക്ക് പോയേ പറ്റുള്ളൂ. അതിന്റെ അകത്ത് അവർ വിജയിക്കുകയും ചെയ്തു, സംശയമൊന്നുമില്ല. യു ഡി എഫ് നല്ലപോലെ ആ കാര്യത്തിൽ വിജയിക്കുകയും ചെയ്തു. ഞാൻ അതല്ല പറഞ്ഞത്. ആ വിജയത്തിന്റെ ലഹരിയിലാണ് അവരിപ്പോ ഒരു ഓവർ കോൺഫിഡൻസിലാണ്. ഇത് ഇപ്പം ഇത് അവരുടെ ഇടയിലെ ഭരണവിരുദ്ധതയാണല്ലോ ഈ തോൽവിക്ക് ഘടകമായിട്ടുള്ള സംഗതി. സി പി ഐ പോലും സമ്മതിക്കുന്നത് ഭരണവിരുദ്ധത ഒരു ഘടകമായിട്ടാണ്. കിട്ടാൻ പോകുന്നു അല്ല, ഞാൻ പറഞ്ഞത് സി പി ഐയുടെ പോലും വിശകലനത്തിൽ ഭരണവിരുദ്ധത പ്രകടമായിട്ടുണ്ടെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഷാബു പ്രസാദ് വിചാരിക്കുന്നതാണ്, ആ ഭരണവിരുദ്ധതയ്ക്കും മേലെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഫാക്ടർ ഇവിടെ ഉണ്ടാവും. അതാണോ വെള്ളാപ്പള്ളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ആ സംഗതി പ്രവർത്തിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതേ ഉള്ളൂ കാണുന്നുണ്ട്. അതിന്റെ സാധ്യതകളാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല അതിനുള്ള ഞാൻ വളരെ തികച്ചും പ്രായോഗികമായി, അതായത് പ്രാക്ടിക്കലായിട്ട് മുമ്പിൽ നോക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടുള്ള ആ ഒരു ബോധ്യമാണ് ഞാൻ പറഞ്ഞത്. അതിനുള്ള സാധ്യതകൾ ഇവിടെയുണ്ട്.